Hola amigos. സാഫോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോൾ ദുബായിലെ ചൈനയിലാണ്. ദുബായിലെ എവിടെ ചൈന നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അതായത് ദുബായിലൊരു ചൈന ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ. ദുബായ് മാളിലേക്ക് നമ്മൾ ഒരുപാട് നാളെ വന്നിട്ടുണ്ടല്ലോ. പക്ഷെ ഈ ചൈന മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇതുവരെ കയറിയില്ല. ഇല്ല. ദുബായ് മാളിന്റെ ഉള്ളില് ചൈന ടൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. ഇതുപോലെ ക്രിയേറ്റ് ചെയ്താണ് കറക്റ്റ് ചൈനയുടെ എന്റെ കയ്യിൽ പോയി പറഞ്ഞോ. കറക്റ്റ് ചൈനത്തെ അതേപോലെ തന്നെ ഉണ്ടാവോ എന്നില്ല നമ്മൾ നോക്കി നോക്കാം. ചൈന മാർക്കറ്റാണ്, ചിലപ്പോൾ ചൈന പ്രൊഡക്റ്റുകളായിരിക്കാം. ബാക്കി നിങ്ങൾക്ക് വീഡിയോയിൽ നമുക്ക് കണ്ടോക്കാം. ഓക്കെ. ഓ അടിപൊളി സാധനം. വ്യൂ ഒക്കെ നല്ലൊരു സാധനം ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഇതാണ് മക്കളെ ദുബായിലെ ചൈന അല്ലേ. സംഭവമുണ്ട്. മരങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നോക്കുമ്പോ കറക്റ്റ് ഒറിജിനൽ. ഇവിടെ നോക്കുമ്പോ കറക്റ്റ് ഒരു ഒറിജിനൽ ഫീൽ ആയിട്ടുണ്ട്. ആ ദൂരത്തിലെ മരം കണ്ടില്ലേ. ചൈനയിൽ എന്തൊക്കെയാ എഴുതിക്കോളൂ. എന്താ എഴുതിക്കണേ? ചൈനയിൽ നമ്മളെ മറ്റേ ചായന്റെ ചൈനയുടെ ഇംഗ്ലീഷ് ഓക്കെ ഉണ്ട്. ഫൈറ്റ് ക്ലബ് ഉണ്ട്. സംഭവം കണ്ട ഒറിജിനൽ ഫീലിംഗ് ആണോ. പക്ഷെ സംഭവം ഇത് പ്ലാസ്റ്റിക് ആണല്ലേ. അതുകൊണ്ടാണല്ലോ ചൈന. ദിസ് ഇസ് മേഡ് ഇൻ ചൈന. സംഭവം വ്യൂ ഒക്കെ ചെയ്യല്ലേ. അടിപൊളി സാധനം. അതെ നമ്മളെ മരത്തിനോട് ചാരിയിട്ട് തന്നെ നമ്മുടെ നല്ല ചൈന ടൗണിലെ റിക്ഷ ഇവിടെ ഉണ്ട്. സൈക്കിൾ റിക്ഷ അല്ലേ. സംഭവം ഫുള്ള് നല്ല കളർ കോംബോ. അതായത് ഒരു പിങ്ക് കളറിലുള്ള ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് നല്ല പോർട്രേറ്റിലൊക്കെ ആയിട്ട് നല്ല കിഡിലെ ഫോട്ടോസ് എടുക്കാനുള്ള ഒരു സ്പോട്ടും കൂടിയാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഉള്ളില് വേറെ എന്തൊക്കെ ഉണ്ടോ. ഇപ്പൊ നമ്മള് പുറത്തത് കാഴ്ചയാണ് കണ്ടോ. ഫുൾ വ്യൂ ഒക്കെ സീൻ സാധനം. ഈ ഐറ്റം എന്നൊക്കെ പറയാം. അമ്മാരി സാധനം. ജസ്റ്റ് ഔട്ട് സൈഡത്തെ ഒരു ഇൻട്രോ മാത്രം നമുക്ക് കണ്ടു കേട്ടോ. നമ്മൾ നേരെ നിന്ന് ഉള്ളിലേക്കാണ് പോകുന്നത്. ഉള്ളിൽ എന്താ അവസ്ഥ എന്നൊന്നും പറയാം. ഇതിന്റെ ഉള്ളിൽ മെയിൻ ആയിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടത്തേക്കാണ് അതായത് ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കഫേസ് ഉണ്ട്. അല്ലാതെ മെയിൻ ആയിട്ട് ഫോട്ടോ എടുക്കുക, റീൽസ് എടുക്കുക, അതിന് പറ്റിയ ആംബിയൻസും പറ്റിയ ഇന്റീരിയർ. കാരണം ഫുൾ അങ്ങനത്തെ ആംബിയൻസ് ആണ്. അല്ല വേറെ പ്രത്യേകിച്ച് കാണാൻ വന്നിട്ട് വീഡിയോയിൽ കാണിച്ചു തരാൻ മാത്രമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മെയിനായിട്ട് നമ്മൾ വന്നത് എന്തിനാ, നമ്മളെ മറ്റേ വീഡിയോ ചായൻ്റെ ആ സാധനം ട്രൈ ചെയ്യാൻ വേണ്ടി വന്നാ. അപ്പോൾ ചൈന ടൗണിൽ തന്നെ സംഭവം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോകാമെന്ന് എഴുതി. ഇപ്പൊ നമ്മൾ വേറൊരു അടിപൊളി വ്യൂവിൻ്റെ അവിടെ എത്തിക്കുന്നു. ഇപ്പൊ നമ്മുടെ മുന്നിൽ കാണുന്നത് എന്താണ്? പാണ്ടനെ നമ്മൾ കാണുന്നത്. വ്യൂ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചാലേ ജസ്റ്റ് വലിയൊരു പാണ്ട. അയ്യോ ഇത്രയും വലിയ പാണ്ടനെ നിങ്ങൾ എവിടെയും കണ്ടിയോ? സെയിം സാധനം. എടാ ചൈനയിലെ ബസ് സ്റ്റോപ്പ് പോകുന്നുണ്ട്. ചൈനയിലെ ബസ് സ്റ്റോപ്പാ ഷാൻഷുൻഷി ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പ് തന്നെ. ബസ് സ്റ്റോപ്പിനെ ഇരിക്കണേ ആണ്. ആടാ പാണ്ടന്റെ അടുത്ത് പോയേക്കാം നമുക്ക്. പാണ്ടന്റെ വലിപ്പം നമുക്ക് അപ്പോൾ മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്ന്. ഷിറ്റ്. മെയിനായിട്ട് ഫോട്ടോജനിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ വേറെ പോലെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് അത്ര ഉള്ളത് പോലെ ഉദ്ദേശിച്ച അത്ര ഉള്ളു സംഭവം. ഞാൻ നമ്മള് കാര്യമായിട്ട് ഇവിടെ ദുബായ് മാളിൽ വരുമ്പോ ജസ്റ്റ് ഒന്ന് കയറുക, 2-3 ഫോട്ടോസ് എടുക്കുക, ക്ലിയർ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, പോവാ. അത്ര തന്നെ ഉള്ളു. നമ്മൾ ആദ്യം മുമ്പ് പ്രതീക്ഷിച്ചത് ഇതിനുള്ളിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കാണാണ്ടാവുന്നതാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച അത്ര, അതായത് മെയിനായിട്ട് ഫോട്ടോസ് എടുത്തു, കുറച്ച് ഫോട്ടോസ് എടുത്തു, അത്ര തന്നെ ഉള്ളൂ. വേണമെങ്കിൽ ആ ഫോട്ടോസ് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്താം അല്ലേ? ഉൾപ്പെടുത്താം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ ഓക്കെ. വേറെ നമുക്ക് ഇതിലും അടിപൊളിയായിട്ടുള്ള അടിപൊളി സ്ഥലങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.
ഓക്കെ ബൈ.